അതിബുദ്ധിമാനായ ഒരു ശാസ്ത്രജ്ഞൻ, മുൻ നേവി ഉദ്യോഗസ്ഥൻ, ആരുമായും അധികം സംസാരിക്കാത്ത പ്രകൃതം. അയാൾ സ്വന്തം മാതാപിതാക്കളെ കൊന്നുതള്ളി. അവരുടെ ശരീരം കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിനുള്ളിൽ അടുക്കി വെച്ചു. കൊലപാതകത്തിന് ശേഷം ഒരു തെളിവ് പോലും ബാക്കി വയ്ക്കാതെ അയാൾ അപ്രത്യക്ഷനായി. പിൽക്കാലത്ത് അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെനഡിയുടെ വധവുമായി പോലും ബന്ധമുണ്ടായിരുന്നെന്ന് സംശയിക്കപ്പെടുന്ന ഒരാൾ, ദി ഐസ് ബോക്സ് കില്ലർ എന്നറിയപ്പെടുന്ന ചാൾസ് റോഗേഴ്സ് എന്ന കൊടും കുറ്റവാളിയുടെ കഥ. 1965 ജൂൺ മാസം അമേരിക്കയിലെ ടെക്സസിലുള്ള ഹൂസ്റ്റൺ നഗരം ശാന്തമായിരുന്നു. എന്നാൽ ആ ശാന്തത തകർക്കപ്പെട്ടത് 815 ഫ്ലീറ്റ്വുഡ് സ്ട്രീറ്റിലെ ഒരു വീട്ടിൽ നടന്ന അത്യന്തം ക്രൂരമായ ഒരു കണ്ടെത്തലിലൂടെയാണ്. 80-കാരനായ വില്യം റോഗേഴ്സും അദ്ദേഹത്തിന്റെ 72-കാരിയായ ഭാര്യ എഡിനെയും ആ വീട്ടിലായിരുന്നു താമസം. പുറം ലോകവുമായി അധികം സമ്പർക്കമില്ലാത്ത ദമ്പതികൾ. ദിവസങ്ങളായി അവരെ പുറത്തു കാണാത്തതിനെ തുടർന്ന് എഡിനയുടെ ബന്ധുവായ മാർവിൻ പോലീസിന് വിവരമറിയിച്ചു. പോലീസ് വീടിന്റെ വാതിൽ പൊളിച്ച് അകത്ത് കയറി. വീടിനുള്ളിൽ അസ്വാഭാവികമായി ഒന്നുമില്ലായിരുന്നു. ഡൈനിങ് ടേബിളിൽ ഭക്ഷണം ഒരുക്കി വെച്ചിരിക്കുന്നു. TV ഓൺ ആയിരിക്കുന്നു. എല്ലാം സാധാരണ പോലെ. പക്ഷേ ഹൂസ്റ്റൺ ദമ്പതികളെ മാത്രം അവിടെയെങ്ങും കാണാനില്ല. എന്നാൽ കിച്ചണിലെ ഫ്രിഡ്ജ് തുറന്ന പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടത് വിശ്വസിക്കാനാവാത്ത കാഴ്ചയായിരുന്നു. ഫ്രിഡ്ജിന്റെ ഷെൽഫുകളിൽ അടുക്കി വെച്ചിരിക്കുന്നത് പാകം ചെയ്യാനുള്ള മാംസമാണെന്നാണ് ആദ്യം അവർ കരുതിയത്. എന്നാൽ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് അത് മനുഷ്യ ശരീരത്തിന്റെ ഭാഗങ്ങളാണെന്ന് മനസ്സിലായത്. വില്യം റോഗേഴ്സിന്റെയും എഡിനുടെയും മൃതദേഹങ്ങൾ വെട്ടിമുറിച്ച് കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ അടുക്കി വെച്ചിരിക്കുകയായിരുന്നു. ചില അവയവങ്ങൾ ടോയ്ലറ്റിൽ ഫ്ലഷ് ചെയ്ത നിലയിലായിരുന്നു. ഹൂസ്റ്റൺ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഞെട്ടിക്കുന്ന അനുഭവമായിരുന്നു. ആരാണ് ഇത്രയും ക്രൂരമായി ഈ വൃദ്ധ ദമ്പതികളെ കൊലപ്പെടുത്തിയത്? പോലീസിന്റെ സംശയം അധികം വൈകാതെ തന്നെ ദമ്പതികളുടെ മകനായ ചാൾസ് റോഗേഴ്സിലേക്ക് നീണ്ടു. 43 വയസ്സുള്ള ചാൾസ് ഒരു ജിയോ ഫിസിസ്റ്റും മുൻ നേവി ഉദ്യോഗസ്ഥനുമായിരുന്നു. അതിബുദ്ധിമാനായിരുന്ന ചാൾസിന്റേത് അധികം ആരോടും സംസാരിക്കാത്ത പ്രകൃതമായിരുന്നു. അയാളുടെ താമസം മാതാപിതാക്കളുടെ കൂടെ തന്നെയായിരുന്നു. എന്നാൽ മാതാപിതാക്കൾ കൊല്ലപ്പെട്ട അന്നു മുതൽ ചാൾസിനെ കാണാനില്ലാതായി. പോലീസ് അന്വേഷണത്തിൽ പുറത്തുവന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ചാൾസിന് തന്റെ മാതാപിതാക്കളോട് വർഷങ്ങളായി വെറുപ്പായിരുന്നു. വീടിന്റെ മുകളിലത്തെ നിലയിൽ താമസിച്ചിരുന്ന അയാൾ മാതാപിതാക്കളുമായി സംസാരിക്കാൻ പോലും വിസമ്മതിച്ചിരുന്നു. വാതിലിനടിയിലൂടെ കുറിപ്പുകൾ കൈമാറിയായിരുന്നു അയാൾ അവരുമായി ആശയവിനിമയം നടത്തിയിരുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തലിനനുസരിച്ച് ജൂൺ 20-നാണ് ചാൾസ് സ്വന്തം മാതാപിതാക്കളുടെ ജീവൻ എടുത്തത്. അയാൾ അച്ഛനെ ഹാമർ കൊണ്ട് തലയ്ക്കടിച്ചു കൊന്നു. അമ്മയുടെ തലയ്ക്ക് വെടിവെച്ചു കൊന്നു. തുടർന്ന് കുളിമുറിയിൽ വെച്ച ഒരു സർജനെ പോലെ അതീവ വൈദഗ്ധ്യത്തോടെ ശരീരഭാഗങ്ങൾ വെട്ടിമുറിച്ചു. അവ ഫ്രിഡ്ജിൽ അടുക്കി വെച്ചു. ഒരിറ്റ് രക്തക്കറ പോലും എവിടെയും പതിയാത്ത രീതിയിൽ വീട് മുഴുവൻ വൃത്തിയാക്കി. കൊലപാതകം നടന്നു കഴിഞ്ഞ് പോലീസ് എത്തുന്നതിന് മുൻപ് തന്നെ ചാൾസ് റോഗേഴ്സ് അപ്രത്യക്ഷനായി. പോലീസ് നടത്തിയ പരിശോധനയിൽ കൊലപാതകത്തിന് ഉപയോഗിച്ച ഹാമറും ശരീരഭാഗങ്ങൾ വേർപെടുത്താൻ ഉപയോഗിച്ച ഒരു ബ്ലേഡും കണ്ടെടുത്തു. മകന്റെ CIA ബന്ധം മാതാപിതാക്കൾ അറിഞ്ഞതാണ് അവരുടെ കൊലപാതകത്തിൽ കലാശിച്ചതെന്ന തരത്തിൽ വാർത്തകൾ പുറത്തുവന്നു. ലോകമെമ്പാടും അയാൾക്കായി തിരച്ചിൽ നടന്നു. ഇന്റർപോൾ പോലും രംഗത്തിറങ്ങി. എന്നാൽ ചാൾസിനെ കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞില്ല. പലരും അയാൾ മെക്സിക്കോയിലേക്ക് കടന്നു കളഞ്ഞു എന്ന് വിശ്വസിച്ചു. മറ്റു ചിലർ പറയുന്നത് അയാൾ മറ്റേതെങ്കിലും പേരിൽ എവിടെയെങ്കിലും ജീവിച്ചു കാണുമെന്നാണ്. ചില ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പ്രകാരം ജോൺ എഫ് കെനഡിയുടെ കൊലപാതകത്തിൽ പോലും ചാൾസിന് പങ്കുണ്ടായിരുന്നതായി പറയപ്പെടുന്നു. 1975 സംഭവത്തിന് 10 വർഷത്തിന് ശേഷം ചാൾസ് റോഗേഴ്സ് മരിച്ചതായി നിയമപരമായി പ്രഖ്യാപിക്കപ്പെട്ടു. എന്നാൽ ഇന്നും ആ കൊലപാതകത്തിന്റെ പിന്നിലെ യഥാർത്ഥ കാരണം അല്ലെങ്കിൽ ചാൾസിന് എന്ത് സംഭവിച്ചു എന്നത് ഒരു നിഗൂഢതയായി തുടരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ അൺസോൾഡ് മിസ്റ്ററികളിൽ ഒന്നായി തുടരുകയാണ് ഐസ് ബോക്സ് കൊലപാതകങ്ങൾ.